നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു ഗാനമായാലോ. ഇലക്കൊമ്പിളിൽ പ്രസാദവുമായി ഇമകൾ ചിമ്മി ചിമ്മി ഇലകയോടെ നടന്നു വരുന്ന ഇന്ദുവിനെ കാണാനായി ഇന്ദ്രനും കൂട്ടരും ഇരുചക്രത്തിൽ പാഞ്ഞു വരുന്നേ. ഇന്നിരയും ഇന്ദ്രജിത്തും ഇണക്കുരുവികൾ പോലെ പാറി നടക്കും നീധരണിയിൽ ആമോദത്തോടെ. ഇന്ദുവും ഇന്ദ്രജിത്തും ഇണക്കുരുവികൾ പോലെ പാറി നടക്കും നീധരണിയിൽ ആമോദത്തോടെ. ഇലയിൽ വിളമ്പിയ ഇഡലിയും ഇഞ്ചി ചമ്മന്തിയും തറയിലിരുന്നു കഴിക്കുന്നു ഇന്ദു ചൂടനും ഇന്ദുലേഖയും. ഇലയിൽ വിളമ്പിയ ഇഡലിയും ഇഞ്ചി ചമ്മന്തിയും തറയിലിരുന്നു കഴിക്കുന്നു ഇന്ദു ചൂടനും ഇന്ദുലേഖയും ഇഷ്ടത്തോടെ. ഇരുമ്പടങ്ങിയ ഇലക്കറി എനിക്ക് ഇന്ദുപ്പിട്ട് കഴിക്കാൻ ഇച്ഛയുണ്ടായി. ഇരുമ്പടങ്ങിയ ഇലക്കറി എനിക്ക് ഇന്ദുപ്പിട്ട് കഴിക്കാൻ ഇച്ഛയുണ്ടായി. ഇഞ്ചകവും ഇന്നറും കഴിക്കാനിന്ന് ഇൻപമുണ്ടായി. ഇഞ്ചകവും ഇന്നറും കഴിക്കാനിന്ന് ഇൻപമുണ്ടെനിക്ക് ഇൻപമുണ്ട്. ഇരുളർ ഇരുകോൽ കൊണ്ട് ഇലിയത്തെയും ഇത്തിയെയും ഇതടിയെയും ഇന്ദുരത്തെയും വേട്ടയാടി ഭക്ഷിക്കുന്നു. ഇരുളർ ഇരുകോൽ കൊണ്ട് ഇലിയത്തെയും ഇത്തിയെയും ഇതളിയെയും ഇന്ദുരത്തെയും വേട്ടയാടി ഭക്ഷിക്കുന്നു. ഇണങ്ങൾ ഇഴക്കപ്പെടുത്താതെ ഉപയോഗപ്രദമാക്കാൻ നമുക്ക് കഴിഞ്ഞിടണം. ഇണങ്ങൾ ഇഴക്കപ്പെടുത്താതെ ഉപയോഗപ്രദമാക്കാൻ നമുക്ക് കഴിഞ്ഞിടണം. ഇളിഞ്ഞലിൻ്റെ ഇണച്ചത്തിലിരിക്കും ഇടാചികകളെ തുരത്തിടാൻ കഴിഞ്ഞിടണം. ഇളിഞ്ഞലിൻ്റെ ഇണച്ചത്തിലിരിക്കും ഇടാചികകളെ തുരത്തിടാൻ കഴിഞ്ഞിടണം. ഇറുങ്ങിലിരുന്ന് ഇന്നർ കുടിക്കുന്ന ഇടവലുകളെ കാണാനെന്തു ഇലകം. ഇറുങ്ങിലിരുന്ന് ഇന്നർ കുടിക്കുന്ന ഇടവലുകളെ കാണാനെന്തു ഇലകം. ഇടുപ്പുവേദനയ്ക്കാശ്വാസത്തിനായി ഇഞ്ചക്ഷൻ വേണം. ഇന്നിരമയ്ക്ക് ഇഞ്ചക്ഷൻ വേണം. ഇരുകാലികൾക്കാഹാരമായി ഇലകൾ നിറയെ നൽകിടാൻ നമുക്ക് കഴിയണം. ഇരുതലമൂരിയിൻ കടിയേൽക്കാതിരിക്കാൻ ഇന്നുമെന്നും ശ്രദ്ധിക്കണം നാമേവരും. ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളമെന്ന സംസ്ഥാനത്തിലെ ഇടുക്കി ജില്ലയിലെ ഇരവികുളം ദേശീയോദ്യാനം സന്ദർശിക്കാം നമുക്ക്. ഇന്ത്യ എന്ന രാജ്യത്തിലെ കേരളമെന്ന സംസ്ഥാനത്തിലെ ഇടുക്കി എന്ന ജില്ലയിൽ ഇരവികുളം എന്ന ദേശീയോദ്യാനം നമുക്ക് സന്ദർശിക്കാം. അപ്പോൾ ഈ വച്ചുള്ള ഈ പാട്ട് ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. അതിലൊത്തിരി വാക്കുകളുണ്ട്, പുതിയ വാക്കുകൾ, അത് പറഞ്ഞു തരാം. ഇലക്കുമ്പിളിൽ പ്രസാദവുമായി ഇമകൾ ചിമ്മി ചിമ്മി ഇലകയോടെ നടന്നു വരുന്ന ഇന്ദുവിനെ കാണാനായി ഇന്ദ്രനും കൂട്ടരും ഇരുചക്രത്തിൽ പാഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോയി ഇലയിലല്ലേ പ്രസാദം കിട്ടുന്നത്. അപ്പോൾ അതുമായിട്ട് വരുന്ന ഇമകൾ ചിമ്മി ചിമ്മി കൺപീലി ഇങ്ങനെ തുറന്നടയ്ക്കുന്നതാണ് ഇമകൾ ചിമ്മി ചിമ്മി എന്ന് പറയുന്നത്. ഇലകയോടെ, ഇലക എന്ന് പറഞ്ഞാൽ ശോഭ, ഇലക എന്ന് പറഞ്ഞാൽ ശോഭ, ശോഭയോടെ വളരെ മനോഹരമായി നടന്നു വരുന്ന ഇന്ദുവിനെ കാണാനായിട്ട് ഇന്ദ്രനും കൂട്ടരും. ഇരുചക്രം എന്ന് പറഞ്ഞാൽ ബൈക്ക്, അപ്പോൾ ടൂ വീലറിൽ
വേഗം വരുന്നുണ്ട്, പാഞ്ഞു വരുന്നത്. അതുപോലെ തന്നെ ഇന്ദിരയും ഇന്ദ്രജിത്തും ഇണക്കുരുവികളെപ്പോലെ, അതായത് പിരിയാൻ കഴിയാത്തവരാണ് ഇണക്കുരുവികൾ. അപ്പോൾ ഇണക്കുരുവികളെപ്പോലെ ഇന്ദിരയും ഇന്ദ്രജിത്തും എന്താണ്, പാറി നടക്കുവാണ് ഈ ലോകത്ത്, ഈ ഭൂമിയിൽ പാറി നടക്കുവാണ് സന്തോഷത്തോടെ, വളരെ ആമോദത്തോടെ, സന്തോഷത്തോടെ. അത് മാത്രമല്ല, ഇലയിൽ വിളമ്പിയ ഇഡ്ഡലിയും ഇഞ്ചി ചമ്മന്തിയും കഴിക്കാൻ തറയിലിരുന്ന് കഴിക്കുന്നു. ആരൊക്കെയാ? ഇന്ദുലേഖയും ഇന്ദുചൂടനും. അവർക്ക് വളരെയധികം ഇഷ്ടത്തോടെയാണ് അവരത് കഴിക്കുന്നത്. ഇരുമ്പടങ്ങിയ ഇലക്കറി. ഇരുമ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിന് ആവശ്യം വേണ്ട, വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അപ്പോൾ അത് നമ്മുടെ ഇലക്കറിയിലൊക്കെ ധാരാളമുണ്ട്. അപ്പോൾ ഇരുമ്പടങ്ങിയ ഇലക്കറി. ഇന്ദുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല നമുക്ക് ആരോഗ്യ ഗുണം തരുന്ന ഒരു ഉപ്പാണ് ഇന്ദുപ്പ്. അപ്പോൾ ആ ഉപ്പിട്ട് കഴിക്കാൻ എനിക്ക് ഇമ്പമാണ്. ഇമ്പം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, എനിക്ക് ഇഷ്ടം തോന്നി, ഇമ്പമാണ്, എനിക്കത് ഇഷ്ടമാണ്. ഇരുളർ ഇറുകോൽ കൊണ്ട് ഇലിയത്തെയും ഇത്തിയെയും ഇതടിയെയും ഇന്ദൂരത്തെയും വേട്ടയാടി ഭക്ഷിക്കുന്നു. ഇരുളർ എന്ന് പറയുന്നത് കാട്ടിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ്. കാട്ടളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, കാട്ടിലെ ജീവിക്കുന്നവർ കാട്ടളർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാട്ടിലെ ഒരു വിഭാഗം, ഒരു ജാതി വർഗമാണ് ഈ ഇരുളർ എന്ന് പറയുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഇലിയത്തെയും, ഇലിയം എന്ന് പറഞ്ഞാൽ എലിയാണ്, ഇലിയം, ഇലിയം എലി. അതുപോലെ ഇത്തി എന്ന് പറഞ്ഞാൽ പൂച്ച, ഇത്തി പൂച്ച. ഇതടി എന്ന് പറഞ്ഞാൽ എരുമ. അപ്പം ഇലിയം എലി, ഇത്തി പൂച്ച, ഇതടി എരുമ. അത് മാത്രമല്ല ഇന്ദൂരത്തെ, ഇന്ദൂരം എന്ന് പറഞ്ഞാൽ ചുണ്ടലി. അപ്പോൾ അവർക്ക് എന്ത് കിട്ടിയാലും അവരെന്ത് ചെയ്യും? വേട്ടയാടി ഭക്ഷിക്കും. പിന്നെയോ ഇറുകോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചവണയാണ് ഇറുകോൽ എന്ന് പറയുന്നത്. അടുത്ത വരി, ഇരിണങ്ങൾ ഇഴക്കപ്പെടുത്താതെ ഉപയോഗപ്രദമാക്കി തീർത്തത്. ഇരിണങ്ങൾ എന്ന് പറഞ്ഞ ചതുപ്പ് നിലങ്ങളെയാണ് ഇരിണങ്ങൾ എന്ന് പറയുന്നത്, ചതുപ്പ് നിലങ്ങൾ. അപ്പോൾ ആ ചതുപ്പ് നിലങ്ങൾ നമ്മൾ പാഴാക്കി കളയാതെ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഉപയോഗപ്രദമാക്കി ആ നിലങ്ങളെ എടുക്കണം. അത് നിരത്തിയൊക്കെ എടുത്ത് നമുക്ക് കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെയോ ഇളിഞ്ഞലിൻ്റെ ഇണച്ചത്തിലിരിക്കും ഇടാചികകളെ തുരത്തിടാൻ കഴിഞ്ഞിടണം. ഇളിഞ്ഞൽ എന്ന് പറയുന്നത് കുളിർമാവാണ്, ഒരു വൃക്ഷമാണ്. അപ്പോൾ ആ കുളിർമാവിൻ്റെ ഇണച്ചം എന്ന് പറയുന്നത് കൊമ്പാണ്, ശാഖ, ബ്രാഞ്ച്. അപ്പോൾ അതുപോലെ കുളിർമാവിൻ്റെ ശിഖരത്തിൽ, ആ ചില്ലയിൽ ഇരിക്കുന്ന ഇടാചികകൾ, ഇടാചി എന്ന് പറഞ്ഞ കടന്നലുകൾ, കടന്നൽ, ഇടാചി കടന്നൽ, ഇടാചികകൾ കടന്നലുകൾ, അതിന് നമ്മൾ എന്ത് ചെയ്യണം? തുരത്തിയിടണം. അതവിടെ വേണ്ട, നമുക്ക് നല്ലതല്ല. അടുത്ത വരി, ഇറിങ്ങിലിരുന്ന് ഇന്നർ കുടിക്കുന്ന ഇടവലുകളെ കാണാൻ എന്ത് ഇലകം. ഇലകം എന്ന് പറഞ്ഞാൽ ശോഭ. ഇറിങ്ങ് എന്ന് പറയുന്നത് ഒരു ഔഷധ ചെടിയാണ്. അപ്പോൾ ഔഷധ ചെടിയിലിരുന്ന് ഇന്നർ കുടിക്കുന്ന, അതായത് പൂന്തേൻ കുടിക്കുന്ന ഇടവലുകൾ എന്ന് പറഞ്ഞാൽ ചിത്രശലഭം, ഇടവലുകൾ. അപ്പോൾ അവയെ കാണാൻ വളരെ ഭംഗിയുണ്ട്. അപ്പോൾ ഇടുപ്പ് വേദനയ്ക്ക് ആശ്വാസത്തിനായി ഇന്ദിരാമയ്ക്ക് എന്ത് വേണം? ഇഞ്ചക്ഷൻ എടുക്കണം. ഇരുകാലികൾക്ക് ആഹാരമായിട്ട്, ഇരുകാലി എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ, പശു, ആട്, ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ. അപ്പോൾ അതൊക്കെ ആഹാരമായിട്ട് ധാരാളം ഇലകൾ നൽകണം. ഇരുതല മൂരി എന്ന് പറഞ്ഞൊരു പാമ്പാണ്. ഇരുതല മൂരിൻ കടിയേൽക്കാതെ ഇന്നുമെന്നും നാം ശ്രദ്ധിക്കണം. ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ, ഇന്ത്യ എന്ന രാജ്യത്തിൽ, ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിൽ കേരളമാണ് നമ്മുടെ സംസ്ഥാനം. കേരള സംസ്ഥാനത്തിലാണ് ഇടുക്കി എന്ന ജില്ലയുള്ളത്. ആ ഇടുക്കിയിലാണ് ഇരവികുളം ദേശീയോദ്യാനം ഉള്ളത്. അപ്പോൾ അത് നമുക്ക് എന്താ ചെയ്യാം? പോയി കാണാം, കണ്ട് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ പാട്ടിലെ വരികളുടെ അർത്ഥം. അപ്പം എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെ കാണുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.